എന്നേക്കും. ആമേൻ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ പിറവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. അവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസമുയിപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ ഈ ബലിയിൽ പങ്കാളികളാ അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാ ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴും നരഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം പരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ വെൽവിയുടെ മേശസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറുടെ മേശസ്തി, കടങ്ങളെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലോ എന്നറിഞ്ഞുകൂടാ. കരങ്ങൾ കോർക്കൂ ആത്മീയതയുടെ ആഘോഷത്തിനായി. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ബൈബിൾ
യേശുവിൻ്റെ ഒരു പ്രത്യേക മുഖം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കുറിച്ചാണ്. എല്ലാ സുവിശേഷങ്ങളിലും പ്രാർത്ഥനാനിരതനാകുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. തിരിച്ച് ലൂക്കായുടെ സുവിശേഷം മുഴുവൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പ്രാർത്ഥനയെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ്. 1-ാം അധ്യായം ആരംഭിക്കുന്നത് സക്കറിയായുടെ ദേവാലയത്തിലെ പ്രാർത്ഥന കൊണ്ടാണ്. 24-ാം അധ്യായം അവസാനിക്കുന്നത് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന രംഗം അവതരിപ്പിച്ചുകൊണ്ടാണ്. യേശുവിൻ്റെ പ്രലോഭനം നടക്കുന്നതും പ്രാർത്ഥനയുടെ ഭവനമായ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ വെച്ചാണ്. എവിടെയും പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. രോഗികളെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ്, പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിന് മുമ്പ്, അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ്, പീഡാസഹനത്തിൻ്റെ തലേ രാത്രിയിൽ എവിടെയും പ്രാർത്ഥിക്കുന്ന യേശു, കണ്ണുനീരോടുകൂടി നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുന്ന യേശുവിനെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലും 24-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലും കാണാം. നെടുവീർപ്പിട്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന യേശു. യോഹന്നാൻ 11:35 കണ്ണുനീരോടുകൂടി ലാസറിൻ്റെ ശവകുടീരത്തിൽ യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന, യേശുവിൻ്റെ ജീവിതം പ്രാർത്ഥനയായിരുന്നു. കർത്താവിൻ്റെ ജീവിതം പ്രാർത്ഥനയായിരുന്നു. നമ്മളൊക്കെ കർത്താവ് ആഹ്വാനം ചെയ്യുന്നതും പ്രാർത്ഥനയിൽ ബലപ്പെടുക, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാവുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചു വളരുക. പച്ചമത്തി 10 ദിവസം അടുപ്പിച്ച് കൂടിയാൽ 11-ാം ദിവസം വേർക്കുമ്പം ഉളുമ്പ് മണക്കും. പിന്നെ വെറ്റയില, നാരകത്തില, കൊടിയില, സോപ്പ് ഇതൊക്കെ ഇട്ട് തിരുമ്മി കഴുകുമ്പോഴാണ് ഈ മത്തിയുടെ ഉളുമ്പ് മണം മാറുക. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ഏതാനും ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥന മണക്കും. സ്നേഹം, കരുണ, ദയ, ആർദ്രത ഈ ഗന്ധങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ നിന്നും ഉയരുവാനായിട്ട് തുടങ്ങും. തന്നെയുമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കണ്ണ് നമുക്ക് കിട്ടുക. ആരോട് ചേർന്നിരിക്കുന്നോ അവരുമായുള്ള ആ സ്വഭാവമാണ് നമ്മളിലേക്ക് കിട്ടുക. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഒരു മനസ്സ്, ദൈവത്തിൻ്റെ കണ്ണുപോലെ ഒരു കണ്ണ് കിട്ടും. ഇപ്പം ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവം കാണുന്നത് പോലെ നോക്കിക്കാണാനുള്ള കൃപ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കാണ് കിട്ടുക. പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ നമ്മൾ അല്പം ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാം. ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇപ്പം ലൈറ്റ് ഹൗസ് കണ്ട് കപ്പലുകൾ തീരമണയും. ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് നമുക്ക് അതിൻ്റെ പ്രകാശം ദൂരെ നമുക്ക് കാണാം. പക്ഷേ ടെലിവിഷൻ സെൻറ്റർ, റേഡിയോ നിലയം, മൊബൈൽ ഫോണിൻ്റെ ടവർ അതിലും ലൈറ്റ് പ്രസരിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രകാശം നമുക്ക് കാണാൻ പറ്റുകയില്ല. ലൈറ്റ് ഹൗസിലെ പ്രകാശം കാണാൻ പറ്റും, മൊബൈൽ ടവറിലെ പ്രകാശം നമുക്ക് കാണാൻ പറ്റുകയില്ല. പക്ഷേ ലൈറ്റ് ഹൗസിലെ ലൈറ്റിനേക്കാൾ ശക്തി, പവർ കൂടുതൽ മൊബൈൽ ടവറിൻ്റെ ആ പ്രകാശത്തിനാണ്. ഇതുപോലെ ലോകത്തിലെ ബിസിനസ്സുകാർ, കൃഷിക്കാർ, രാഷ്ട്രീയക്കാർ ഇവരൊക്കെ നടത്തുന്ന കാര്യം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. പക്ഷെ ഇതിനേക്കാൾ പവർ പ്രാർത്ഥിക്കുന്നവരുടെ സ്വാധീനത്തിനാണ്. ലോകത്തിലെ തിന്മയുടെ പരിസ്ഥിതിയെ പ്രാർത്ഥന വഴി വിശദീകരിച്ച് നന്മയിലേക്ക് കൊണ്ടുവരുന്നത്, ആ പ്രാർത്ഥന തരംഗം സൃഷ്ടിക്കുന്നത് പ്രാർത്ഥനയുടെ മനുഷ്യരാണ്. അപ്പം ഇതൊരു സ്വഭാവമായിട്ട് ദൈവം വെച്ചിരിക്കുന്നതാണ്. പ്രാർത്ഥിക്കുക നമ്മുടെ സ്വഭാവമാണ്. ഓരോരുത്തർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ. പട്ടിയുടെ സ്വഭാവം കുരയ്ക്കുക എന്നത്, പൂച്ചയുടെ സ്വഭാവം കരയുക എന്നത്, പക്ഷിയുടെ സ്വഭാവം ചിലയ്ക്കുക എന്നതാണ്. ദൈവത്തിനൊരു സ്വഭാവം, ആ സ്വഭാവത്തിലേക്കാണ് പ്രാർത്ഥന നമ്മളെത്തിക്കുക. മുതല മുട്ടയിടുന്നത് കരയിലാണ്, പക്ഷേ മുതലക്കുഞ്ഞ് നേരെ ചാടുന്നത് വെള്ളത്തിലേക്കാണ്. അതിന് കോച്ചിങ്ങും പരിശീലനമൊന്നും വേണ്ട. മുതലക്കുഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് ചാടും. തുമ്പി, കൊതുക് മുട്ടയിടുന്നത് വെള്ളത്തിലാണ്, പക്ഷേ അതിൻ്റെ കുഞ്ഞുങ്ങൾ നേരെ കരയിലേക്ക് പറക്കും. ഒരു സ്വഭാവമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ച് കുറേ ദിവസം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിരിക്കും, കരയും, കയ്യും കാലോട്ട് അടിക്കും. അതൊരു സ്വഭാവമാണ്. ഇതുപോലെ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സ്വഭാവമാണ് പ്രാർത്ഥിക്കുക, തമ്പുരാനെ വിളിക്കുക, വിളിച്ചപേക്ഷിക്കുക, വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തോടെ തായിരിക്കുക. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഒരു കൊച്ചു കുഞ്ഞ് ഒന്നും മിണ്ടാതെ കിടന്നാൽ, കരയാതെ കിടന്നാൽ, ചിരിക്കാതെ കിടന്നാൽ കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ടെന്ന് ഉറപ്പ്. ഇതുപോലെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാതിരുന്നാൽ, ദൈവത്തോട് അടുക്കാതിരുന്നാൽ, ദൈവസ്നേഹപ്രവൃത്തിയിലേക്ക് ചെല്ലുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അതിൻ്റെ സൂചന നമുക്ക് കിട്ടുക.
പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ വളരുക. അതുകൊണ്ടാണ് ദൈവം പറയുക, നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. രാജ്യത്തിന് നേതാവായിരുന്ന മഹാത്മാഗാന്ധി ഒരുപാട് രാഷ്ട്രീയ സമ്മേളനങ്ങൾ നടത്തുമായിരുന്നു. പക്ഷെ അതിലൊക്കെ ഉപരി അദ്ദേഹം നടത്തിയിരുന്ന സമ്മേളനമായിരുന്നു പ്രാർത്ഥനാ സമ്മേളനം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഊന്നൽ കൊടുത്തത് പ്രാർത്ഥനാ സമ്മേളനങ്ങൾക്കാണ്. അനേക ദിവസത്തെ പ്രാർത്ഥനകൾ, ഒരു രാത്രിയും പകലും മുഴുവൻ ഉപവാസം എടുത്തതിന് ശേഷമാണ് 1930 ഏപ്രിൽ 1 മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെട്ടത്. പ്രാർത്ഥനയുടെ ഒരു ശക്തിയിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹങ്ങളും സമരങ്ങളും ഒക്കെ ബലം പ്രാപിച്ചതും ബലം നേടിയെടുത്തതും. 1787 കാലഘട്ടത്തിൽ ബ്രിട്ടനോട് യുദ്ധം ചെയ്ത് അമേരിക്ക സ്വാതന്ത്ര്യം നേടിയെടുത്തു. അതിനുശേഷം അമേരിക്കയ്ക്ക് ഒരു പൊതു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ 13 സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി. ഓരോരുത്തരും അവരവരുടെ സ്വകാര്യ താല്പര്യം പറഞ്ഞ് തമ്മിൽ കലഹിച്ച് അകന്നു നിന്നു. അപ്പോൾ നല്ല 80 വയസ്സ് പ്രായം വരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന നേതാവ് അവരോട് പറഞ്ഞ വാക്കുണ്ട്, ഒരാഴ്ച പോയി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെ 1787 ഒരാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ സംസ്ഥാന നേതാക്കന്മാർ ഒരുമിച്ച് കൂടി വളരെ പെട്ടെന്ന് അമേരിക്കൻ ഭരണഘടന രൂപപ്പെട്ടു. മനുഷ്യന് പല പ്രശ്നവും പരിഹരിക്കാൻ പറ്റുകയില്ല എന്ന് കരുതുമ്പോൾ പരിഹാരം തരുന്നത് പ്രാർത്ഥനയാണ്. ഇന്ന് ലോകരാജ്യങ്ങൾ, രാഷ്ട്ര നേതാക്കന്മാർ യുദ്ധത്തിൻ്റെ വക്കിലെത്തി മനുഷ്യനെ പേടിപ്പിക്കുകയും രാസായുധങ്ങളും ജൈവായുധങ്ങളും മാരകമായ സ്ഫോടക വസ്തുക്കളും ഉപകരണങ്ങളും കൊണ്ട് ലോകത്തെ ഭയപ്പെടുത്തുമ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് പേടിക്കാൻ ഒന്നുമില്ല. അവർക്ക് വലിയ ബോംബും തോക്കുമൊക്കെ ഉള്ളപ്പം നമ്മക്കൊണ്ട് ഒരു കൊന്തയും കുരിശും ബൈബിളും പ്രാർത്ഥനയുടെ ആയുധങ്ങൾ. ഒരു ട്രെയിൻ എത്ര സ്പീഡിൽ ഓടുമ്പോഴും ഒരു 1000 പേര് ഒരുമിച്ച് ചേർന്ന് ചങ്ങല കെട്ടി വലിച്ചാലും ആ തീവണ്ടി നിർത്താൻ പറ്റുകയില്ല. പക്ഷെ അതിനകത്ത് ഒരു ചെറിയ ചെയിനുണ്ട്, അതേ പിടിച്ച് വലിച്ചാൽ തീവണ്ടി അങ്ങ് നിൽക്കും. ഇതുപോലെയാ ലോകം. വലിയ വലിയ നേതാക്കന്മാർ ഭയങ്കര ശക്തിയോടുകൂടി ലോകത്തെയൊക്കെ വിരട്ടുമ്പോൾ, പേടിപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു കൊന്തയെന്ന് പറയുന്ന ഒരു ചങ്ങല, ഒരു ചെറിയ ചങ്ങല. ബൈബിളെന്ന് പറയുന്ന ഒരു കുഞ്ഞു ചങ്ങല. കുരിശെന്ന് പറയുന്ന ഒരു ചെറിയ ചങ്ങല. അതുമാത്രം മതി കുതിച്ചു പായുന്ന ലോകത്തിൻ്റെ തിന്മയെ നിയന്ത്രിക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ചിലപ്പം പ്രാർത്ഥിക്കുന്ന കാര്യം ഉടനടി കിട്ടിയെന്നിരിക്കും, ചിലപ്പം കുറേ നാൾ കഴിഞ്ഞ് കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ ഒരിക്കലും പ്രാർത്ഥന കേട്ടതുപോലെ നമുക്ക് തോന്നത്തുമില്ല. പക്ഷെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട്. ജെറമിയ 33:3 നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഞാൻ ഉത്തരം തരുന്ന കർത്താവാണ്. നീ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം തരുന്ന ദൈവമാണ് ഞാൻ. അത് തിരുവചനം നമുക്ക് ഉറപ്പും തരുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ, അബ്രഹാം ഒരു കുഞ്ഞിനെ കിട്ടണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ചത് ചെറുപ്പം മുതലാണ്. 18-ാം വയസ്സിൽ അബ്രഹാമിൻ്റെ കല്യാണം. ഒരു കുഞ്ഞുണ്ടാവുമെന്ന് വാഗ്ദാനം കിട്ടിയത് 57 വർഷം കഴിഞ്ഞ് 75-ാം വയസ്സിൽ. കൊച്ചുണ്ടായതോ വാഗ്ദാനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം നടക്കുന്ന 100-ാം വയസ്സിൽ. ചില കാര്യങ്ങൾ ഇങ്ങനെ. 2014 ജനുവരി 23 ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഫലം കിട്ടുന്നത് 2035 ഒക്ടോബർ 6 ആയിരിക്കും. ചില കാര്യങ്ങൾക്ക് വേണ്ടി നീണ്ടകാലം കാത്തിരിക്കണം. ജർമ്മനിയിലെ ഒരു പട്ടാളക്കാരൻ 2-ാം ലോകമഹായുദ്ധത്തിൽ മുറിവേറ്റു ഫ്രാൻസിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വിധേയനായി. ദൈവത്തെ ശപിച്ചും വിധിയെ പഴിച്ചും ഒത്തിരി മുറുമുറുത്തും പെറുപുറത്തും ഈ മനുഷ്യൻ കട്ടിലിൽ അസ്വസ്ഥതയോടെ കിടക്കുകയാണ്. ആ സമയത്ത് ഒരു കന്യാസ്ത്രീയായ നേഴ്സ് ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ഈ സിസ്റ്ററിനോടും ചീത്ത പറയും, തോന്നുന്നൊക്കെ വിളിച്ചു പറയും. ആ സിസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ദൈവത്തെ അറിഞ്ഞ് മരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. സൗഖ്യപ്പെട്ട് പുറത്തു വന്നാലും ജീവൻ വെടിയേണ്ടി വന്നാലും ദൈവത്തെ അറിഞ്ഞ് നീ തിരിച്ചു വരും, മാറ്റമുള്ള മനുഷ്യനാവും, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ദൈവവിശ്വാസമില്ലല്ലോ, പിന്നെ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, സാരമില്ല, ഞാൻ പ്രാർത്ഥിക്കും. കഴിഞ്ഞ 18 വർഷമായി ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് വേണ്ടി എന്നതുപോലെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ അയാൾ ചോദിച്ചു, ആ സിസ്റ്ററിൻ്റെ അപ്പനോ സഹോദരനോ സ്വന്തക്കാരും വല്ലതും ആണ്? അപ്പോൾ പറഞ്ഞു, ആരുമല്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും. കാരണം എൻ്റെ അമ്മ ജർമ്മനിയിലെ ഒരു വലിയ മുതലാളി സ്ത്രീയുടെ സഹായിയായിരുന്നു. ആ സ്ത്രീ എന്നും എൻ്റെ അമ്മയോട് പറയുമായിരുന്നു, അവർക്കൊരു മകനുണ്ട്, നിരീശ്വരവാദിയാണ്, നിരീശ്വര ചിന്തകനാണ്, അവൻ മാനസാന്തരപ്പെടാൻ, ദൈവത്തെ അറിയുവാൻ പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അമ്മയോട് പറയുമായിരുന്നു. എൻ്റെ അമ്മ മരിക്കാൻ നേരത്ത് പറഞ്ഞു, മോളെ, എന്നെ ഇങ്ങനെ യജമാനത്തി ഒരു പ്രാർത്ഥന ഏൽപ്പിച്ചിട്ടുണ്ട്, സിസ്റ്ററായി നീ തുടർന്ന് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മകൻ പട്ടാളത്തിലാണ്, അത്രയും മാത്രം എനിക്കറിയാം. ഉടനെ ഈ മുറിവേറ്റ പട്ടാളക്കാരൻ ചോദിച്ചു, സിസ്റ്ററിൻ്റെ അമ്മയുടെ പേര് മാർഗരറ്റ് എന്നാണോ? അവൾ ചോദിച്ചു, അങ്ങാണോ ചാൾസ് പ്രഭുവും? 18 വർഷക്കാലം ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ? അവൻ മുറിവേറ്റ പടയാളിയായി ഈ സിസ്റ്ററിന് മുമ്പിൽ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരു മുറിവേറ്റ പട്ടാളക്കാരൻ. വർഷങ്ങളോളം നമ്മൾ പ്രാർത്ഥിക്കുമ്പം ചില പ്രാർത്ഥനകൾ നമുക്ക് ഒത്തിരി കാലതാമസം പോലെ തോന്നും ഉത്തരം കിട്ടാൻ. പക്ഷെ നമ്മൾ നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട്. പ്രത്യേകിച്ച് പ്രസവിച്ച അമ്മമാർ, പെറ്റ തള്ളയുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അമ്മ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ടാണ് പറയുക, നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ജീവിതത്തിൻ്റെ തകർച്ചകളിൽ, കടബാധ്യതകളിൽ, മാറാത്ത രോഗങ്ങളിൽ, തീരാത്ത ദുഃഖങ്ങളിൽ, അവസാനിക്കാത്ത ദുരിതങ്ങളിൽ മനസ്സ് മടിക്കാതെ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതാണ് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും. മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു, ചോദിക്കുന്നവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയോട് നമ്മൾ വിശ്വസത കാണിക്കുക, പ്രാർത്ഥനയുടെ മനുഷ്യരായി നമ്മൾ ജീവിക്കുക. ആരെല്ലാം പ്രാർത്ഥിച്ചവർക്കെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ അഭിഷേകവും അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചു. ആദിമസഭയുടെ പ്രാർത്ഥനയും മറ്റും കാണാം. അപ്പസ്തോല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ മർക്കോസിൻ്റെ മാളികയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച ആദിമസഭ ഒളിസഭയായി ഭൂഗർഭാലയങ്ങളിൽ, ഗുഹകളിൽ പ്രാർത്ഥിച്ചവർക്ക് ശക്തി കിട്ടിയത് പ്രാർത്ഥനയിൽ നിന്നാണ്. അവർ ശക്തി സംഭരിച്ചത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്, പ്രാർത്ഥനാ മേഖലയിൽ നിന്നാണ്. കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല വിശുദ്ധരെയും എടുക്കുക, അവരെല്ലാം ഈ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മനുഷ്യരായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ മാതൃകയായിട്ട് ദൈവം തരിക. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിച്ചതുപോലെ കിട്ടുന്നില്ലാത്തൊരു ചിന്ത വരുമ്പോൾ ഓർക്കുക, പ്രാർത്ഥന കേൾക്കാത്തതിന് ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, പക്ഷെ അനുഭവത്തിൽ വരുവാൻ ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്തെല്ലാമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള തടസ്സങ്ങൾ എന്ന് തിരുവചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വചനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന ചില ചിന്തകൾ ഇപ്രകാരം പറയുന്നു. യെശയ്യാ പ്രവാചകൻ പറയും, പ്രാർത്ഥന ദൈവം കേൾക്കാതെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനും ദൈവത്തിനുമിടയിൽ ഒരു മേഘം രൂപപ്പെടുന്നത് ഏറ്റുപറയാത്ത പാപങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുമ്പോഴാണ്. ഏറ്റുപറയാത്ത പാപങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവർ അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന തടസ്സമായിട്ട് നിൽക്കുന്നു. കാരണം എൻ്റെ പാപങ്ങൾ ദൈവത്തിനും എനിക്കുമിടയ്ക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ബ്ലോക്ക്, ഒരു തടസ്സം സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് ഒരു നല്ല കുമ്പസാരം നടത്തി പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം കിട്ടുന്നത് കാണാം. ഏറ്റുപറയാത്ത പാപങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള വലിയൊരു തടസ്സമാണ്. ആ തടസ്സം നമ്മുടെ ഉള്ള് മരവിപ്പിച്ച് കളയും. അതാണ് സ്നാപകയോഹന്നാൻ ലൂക്കാ 3 പ്രസംഗത്തിൽ പറയുക, പരിപരുത്തത് മൃദുവാക്കപ്പെടണം. ഏറ്റുപറഞ്ഞ് മനസ്സ് മയപ്പെടുത്തി ഹൃദയം മൃദുവാക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ഫലമുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ തടസ്സം ഏറ്റുപറയാത്ത പാപങ്ങൾ. രണ്ടാമത്തെ തടസ്സം ദൈവത്തെക്കാൾ ഉപരി എന്തിനെങ്കിലും സ്നേഹിച്ചാൽ, എന്തിനെങ്കിലും സ്ഥാനം കൊടുത്താൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയായിട്ട് മാറും. കാരണം അവർ ഒന്നാം പ്രമാണത്തിനെതിരായിട്ട് തെറ്റ് ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ഇപ്പോൾ ചില ഗ്രൂപ്പുകളൊക്കെ, ചില ക്രിസ്തീയ വിഭാഗങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് മാതാവിൻ്റെ രൂപം, യോസേഫ് പിതാവിൻ്റെ രൂപം, അന്തോണിസ് പുണ്യാളൻ്റെ രൂപം, യൂദാസ് സേവ്സിൻ്റെ രൂപം, അതൊക്കെയാണ് വിഗ്രഹം എന്നാണ്. അതല്ലല്ലോ വേദപുസ്തക വ്യാഖ്യാനം. പഴയ നിയമം കടന്നുപോയി, പഴയ ആകാശം കടന്നുപോയി,
പഴയ ഭൂമി കടന്നുപോയി. വിഗ്രഹത്തിന് പുതിയ നിയമത്തിൽ പുത്തൻ വ്യാഖ്യാനം പൗലോസപ്പസ്തലൻ പഠിപ്പിക്കും. കൊളോസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ദ്രവ്യാസക്തി എന്ന വിഗ്രഹ ആരാധനയിൽ നിന്ന് നിങ്ങൾ ഓടിയകലുവിൻ. ദൈവത്തെക്കാൾ ഉപരി പണത്തെ, സ്വത്തിനെ, വീടിനെ, തോട്ടത്തെ, ബാങ്ക് ബാലൻസിനെ ഒക്കെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അതാണ് ഒന്നാമത്തെ വിഗ്രഹാരാധന. ഒരു രൂപത്തെ നോക്കുന്നതല്ല വിഗ്രഹാരാധന. ദൈവത്തെക്കാൾ ഉപരി സ്വത്തിനെയോ ലോകത്തിലെ വസ്തുക്കളെയോ ഒക്കെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് വിഗ്രഹാരാധനയാണ്. അവിടെയാണ് പറയുക, ദൈവത്തെക്കാൾ ഉപരി എന്തിനെങ്കിലും സ്ഥാനം കൊടുത്താൽ അതെൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ്. ഒരു യുവതി തമ്പുരാനേക്കാൾ ഉപരി ഒരു കാമുകനെ സ്നേഹിച്ചാൽ അവളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ്. ഒരു യുവാവ് തമ്പുരാനേക്കാൾ ഉപരി ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് അത് തടസ്സമാണ്. ദൈവത്തെക്കാൾ ഉപരി എപ്പോഴും സൗന്ദര്യവും മുഖവും എനിക്ക് മുടിയും എനിക്ക് സൗന്ദര്യം മാത്രം ഓർത്ത് നടന്നാൽ അത് വിഗ്രഹാരാധനയാണ്. ഇത് അവിടെയാണ് പറയുക, ദൈവത്തെക്കാൾ ഉപരി എന്തിനെങ്കിലും സ്ഥാനം കൊടുത്താൽ അത് പ്രാർത്ഥനയ്ക്ക് തടസ്സം. 3-ാമത് പറയുന്നു, സഹോദരങ്ങളെ സ്നേഹിക്കാതെ പാവപ്പെട്ടവരെ അവഗണിച്ചാൽ അത് പ്രാർത്ഥനയ്ക്ക് തടസ്സം. സുഭാഷിതങ്ങളാണ് പഠിപ്പിക്കുക. പാവപ്പെട്ട മനുഷ്യരെ, ദരിദ്രരെ, നിസ്സാരരെ, നിസ്സഹായരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവരെ തള്ളിക്കളഞ്ഞാൽ അത് പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മറ്റൊരു തടസ്സം. വേറൊന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവതിരുസന്നിധിയിൽ സ്വീകാര്യതയുള്ള പ്രാർത്ഥനയല്ല എന്നാണ്. വിശ്വാസമില്ല, വേറെ അതരവ്യായാമമായിട്ട് വെറുതെ നമ്മളങ്ങ് പ്രാർത്ഥിക്കും. ജീവിതഗന്ധിയല്ല, ഉള്ളിൽ തട്ടുന്നില്ല. ഒരു അതരവ്യായാമം പോലെ പ്രസംഗിക്കുക, പ്രാർത്ഥിക്കുക, പ്രസംഗം പോലെ പ്രാർത്ഥനയും കൊണ്ടുപോവുക. അത് തമ്പുരാന് തമ്മിലുള്ള വെറും ഒരു അതരവ്യായാമം മാത്രമാണ്. ഉള്ളിൽ തട്ടുന്നില്ല, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അതോട് മാറുന്നുമില്ല. അങ്ങനെയുള്ള പ്രാർത്ഥനയെ നമുക്ക് ഇങ്ങനെ പറയാം. 20 വയസ്സുള്ള യുവാവിൻ്റെ പ്രാർത്ഥന പോലെ. 20 വയസ്സുള്ള യുവാവ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവായ ദൈവമേ എനിക്ക് നീ സുഖപ്രസവം തരണേ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതവുമായി ഒരു ബന്ധമില്ലാത്ത പ്രാർത്ഥനയാണ്. ഇതുപോലെയാണ് അതരവ്യായാമത്തിൻ്റെ പ്രാർത്ഥനകൾ. അപ്പോൾ ആ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യതയുള്ള പ്രാർത്ഥനയായിട്ട് മാറുന്നില്ല. നമ്മൾ ശരിക്കും തമ്പുരാനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. 1, പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. 2, പ്രാർത്ഥിക്കുന്ന മനുഷ്യനുമായി ദൈവം സംസാരിക്കുന്നു. ഇത് രണ്ടുമല്ലേ ബൈബിൾ പഠിപ്പിക്കുന്ന ഭാഗം. പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യരുമായി ദൈവം പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു, സംവാദം നടത്തുന്നു, അവരുമായി ചർച്ച ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 8 മുതൽ 16 വരെ വാക്യങ്ങൾ. ഒരു താഴ്വരയിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നു. ഒരു വശത്ത് അമലോക്യർ, മറുവശത്ത് ഇസ്രായേൽ. ഇസ്രായേൽ അമലോക്യരുമായി യുദ്ധം ചെയ്യുമ്പോൾ നേതാവായ മോശ മലയുടെ മുകളിൽ കയറി നിന്ന് 2 കരങ്ങളും വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. അഹ്റോനും ഹൂറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മോശ എത്ര നേരം കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചോ അത്രയും സമയം ഇസ്രായേൽ ജയിച്ചു. തിന്മയുടെ അമലോക്യർ തോറ്റു. പക്ഷെ മോശ മടുത്ത് കരങ്ങൾ താഴ്ത്തിയിട്ടപ്പോൾ തിന്മയുടെ അമലോക്യർ ജയിച്ചു, നന്മയുടെ ഇസ്രായേൽ തോറ്റു. ലോകത്ത് തിന്മ പെരുകുന്നത് പ്രാർത്ഥിക്കേണ്ട മനുഷ്യൻ പ്രാർത്ഥിക്കാതെ കരങ്ങൾ താഴ്ത്തിയിടുമ്പോഴാണ്. നന്മ ജയിക്കുന്നത് പ്രാർത്ഥിക്കേണ്ട മനുഷ്യർ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഒരമ്മ കരം വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ മോൻ മാറും. ഒരപ്പൻ കരം വിരിച്ച് പ്രാർത്ഥിച്ചാൽ മക്കൾക്ക് മാറ്റം വരും. എത്ര ഉഴപ്പിയ മക്കളും വഴിതെറ്റിയ മക്കളുമാണോ അപ്പനും അമ്മയും മുട്ടുകുത്തി അവർ ഉറങ്ങിക്കഴിയുമ്പോൾ അവരുടെ മേൽ കരങ്ങൾ നീട്ടി കോർത്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. കരങ്ങൾ വിരിക്കേണ്ടവരെ കരങ്ങൾ താഴ്ത്തിയിട്ടോ, പ്രാർത്ഥിക്കാൻ ക്ഷണിക്കപ്പെട്ടവരെ പ്രാർത്ഥന നിർത്തിയോ, അവിടെയാണ് തിന്മ പെരുകുക. അവസാനം അഹ്റോനും ഹൂറും കൂടി കല്ല് ഉരുട്ടി ആ കല്ലിന് മേലെ കരങ്ങൾ വെപ്പിച്ച് സൂര്യാസ്തമയം വരെ മോശ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇസ്രായേൽ ജയിച്ചു, അമലോക്യർ തോറ്റു. കണ്ണുനീരിൻ്റെ പ്രാർത്ഥന, കരം വിരിച്ചുള്ള പ്രാർത്ഥന, ത്യാഗത്തിൻ്റെ പ്രാർത്ഥന ദൈവം കാണുന്ന പ്രാർത്ഥനയാണ്, ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രാർത്ഥന പാഴായിപ്പോയി എന്ന് ഓർക്കരുത്. യേശയ്യ 55 പറയുന്നില്ലേ, മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നത് പോലെയാണ് എൻ്റെ വചനം, ഫലം തരാതെ അത് തിരിച്ചു വരികയില്ല. ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥനയും.
പ്രാർത്ഥിക്കുന്ന നമ്മൾ പ്രാർത്ഥനാ വിഷയം മറന്നാലും ദൈവം മറക്കത്തില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം തരും. സകല പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നു. തന്നെയുമല്ല, പ്രാർത്ഥിക്കുന്ന മനുഷ്യനുമായി ദൈവം സംഭാഷണം നടത്തുന്നു. സോദോമിനെയും ഗൊമോറായെയും നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം അബ്രഹാമുമായി ഒരു സംഭാഷണം നടത്തി. അബ്രഹാമേ, സോദോമിനെയും ഗൊമോറയെയും ഞാൻ ദഹിപ്പിക്കാൻ പോവുകയാണ്. അബ്രഹാം പറഞ്ഞു, ദൈവമേ, നീതിമാന്മാരായ 50 പേരുണ്ടെങ്കിൽ അവരെ പ്രതി നീ നശിപ്പിക്കുവോ? ഇല്ല. 40 പേരാണേലോ? ഇല്ല. ഒരു 30 ആയാലോ? ഒട്ടുമില്ല. 20 ആയാലോ? തീർത്തുമില്ല. 10 പേരേ ഉള്ളെങ്കിലോ? ശരി, ആ 10 പേരെ പ്രതി സോദോമിനെയും ഗൊമോറയെയും ഞാൻ ദഹിപ്പിക്കുകയില്ല. അവസാനം ലോത്തും കുടുംബവും മാത്രം ശേഷിച്ചു. ബാക്കി എല്ലാവരും തിന്മ പെരുകി തീയും ഗന്ധവും അയച്ച് സോദോമും ഗൊമോറയും ദഹിപ്പിച്ചു. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യരോട്, ദൈവവുമായി ബന്ധപ്പെട്ട മനുഷ്യരോട് ദൈവം സംസാരിക്കും. ഇസ്രായേൽ ജനതയെ നയിച്ച മോശയോട് ദൈവം സംസാരിച്ചു. പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. മറിയത്തോട് ഗബ്രിയേൽ മാലാഖ വഴി ദൈവം സംസാരിച്ചു. യോസേപ്പ് പിതാവിനോട് സ്വപ്നത്തിൽ ദൂതൻ വഴി ദൈവം സംസാരിച്ചു. നമ്മോടും സംസാരിക്കും. പ്രാർത്ഥനയുടെ മനുഷ്യരായിരിക്കുക. പ്രാർത്ഥിക്കുന്ന അപ്പനമ്മമാരോട് മക്കളെ നിയന്ത്രിക്കണമെന്നും മക്കളുടെ പോക്ക് ശരിയല്ലെന്നും ഇന്ന വഴികളെ ശരിപ്പെടുത്തണമെന്നും ക്രമീകരിക്കണമെന്നും മാതാപിതാക്കളോട് ദൈവം സംസാരിക്കും. കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തികളോട്, മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട ചിന്തകളും വചനങ്ങളും ദൈവം സംസാരിക്കും. കുമ്പസാരക്കുള്ളിരിക്കുന്ന അച്ഛനോട് അനുദപിക്കുന്ന പാപിക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ ദൈവം സംസാരിക്കും. ദൈവവുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്ന വ്യക്തികളോട് ദൈവം സംസാരിക്കുന്നു. എങ്കിൽ കർത്താവായ യേശുവിനെ പോലെ, അവൻ്റെ പരിശുദ്ധരായ പുണ്യാത്മാക്കളെ പോലെ നമുക്കും പ്രാർത്ഥനയിൽ വളരാം. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമുക്ക് വളരാം. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഊന്നൽ കൊടുക്കാം. സഭയുടെ വിശുദ്ധ പ്രാർത്ഥനകളോട് നമുക്ക് വിശ്വസ്തത പുലർത്താം. അങ്ങനെ പ്രാർത്ഥനയുടെ മനുഷ്യരായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഭൂമിയിൽ ജ്വലിക്കുന്ന ദീപസ്തംഭങ്ങളാകുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും കാരുണ്യവാനുമായ ദൈവമേ, അവിടുത്തെ ഏകജാതൻ തൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമേ. പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ വളരുവാനും പ്രാർത്ഥിച്ചു വളരുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവായ യേശുവിൻ്റെ ആ പ്രാർത്ഥനാ മാതൃക ഞങ്ങളുടെ ജീവിതത്തിലും എന്നും സ്വാധീനിക്കട്ടെ. പ്രാർത്ഥിച്ച് ദൈവത്തിൽ വ്യാപരിച്ച് ജീവിതയാത്ര പൂർത്തിയാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് വിശുദ്ധിയുടെയും ആത്മാഭിഷേകത്തിന്റെയും നറുമലരുകൾ മാനവ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ സമർപ്പണം നടത്തിയ ധ്യാന കേന്ദ്രം. ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോവില്ല. പ്രാർത്ഥനയുടെ അനുഭവമുള്ള ഒരു കുടുംബം. വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ ദൈവസ്നേഹാനുഭവത്തിലേക്ക് അനേകായിരങ്ങളെ നയിക്കുവാൻ ഈ കൂടാരങ്ങൾ നിമിത്തമായി. കുളത്തുവയൽ NRC നയിക്കുന്ന ധ്യാനമലരുകൾ ഫെബ്രുവരി 21, 22 വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 5 മണിക്കും രാത്രി 7 മണിക്കും ജപമാല. രാവിലെ 5:30 രാത്രി 9:30 വചനം തിരുവചനം. രാത്രി 10 മണിക്ക് ദിവ്യകാരുണ്യ ആരാധന. ശനി രാത്രി 10 മണിക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ്. യൂദന്മാരുടെ രാജാവായ നസ്രായൻ നാം ഈശോയെ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്ക. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്ക. യൂദന്മാരുടെ രാജാവായ നസ്രായൻ നാം ഈശോയെ, ക്ഷാമം ദുരിതം ഇവയിൽ നിന്നും പടരും വ്യാധികളിൽ നിന്നും അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്ക. അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്ക. യൂദന്മാരുടെ രാജാവായ നസ്രായൻ നാം ഈശോയെ,
കടലിൽ കരയിൽ വാനിൽ ഭൂവിൽ നിന്നുടെ നാമം പുലരട്ടെ.